2015 കാലഘട്ടത്തിൽ കോളേജിലൊക്കെ ഉള്ളവർക്കറിയാം. ആ ഒരു 2015 സ്കൂൾ തുറപ്പ്, കോളേജ് തുറപ്പ് സമയത്തായിരുന്നു കറുത്ത ഷർട്ടും കറുത്ത കരയുള്ള മുണ്ടും ഒക്കെ എടുത്തൊരു മനുഷ്യൻ എന്താ പറയണ്ടേ, ആ ഒരു കാലത്ത് ആ ഒരു സ്കൂൾ തുറപ്പിന് തുടങ്ങിയ ആ ഒരു ട്രെൻഡ് ഓണം വരെ നീണ്ടു നിന്നായിരുന്നു. ഓണപരിപാടികൾക്കൊക്കെ എല്ലാ കറുത്ത ഷർട്ടും കറുത്ത കരയുള്ള മുണ്ടും ട്രെൻഡിങ് ആയിരുന്നു. എനിക്കൊന്ന് പിന്നെ അതിനുശേഷം ഇപ്പോൾ ആയാൽ പോലും ആ 10 വർഷത്തിന് മുൻപേ ഉള്ള ഒരു കാര്യമായിരുന്നു. അതിപ്പോൾ ആയാൽ പോലും അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ആ മനുഷ്യനെ, നിവിൻ പോളി എന്ന മനുഷ്യനെ നമ്മൾ ഒരു നെക്സ്റ്റ് ഡോർ ബോയ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിചയക്കാരനായ ചേട്ടൻ, അല്ലെങ്കിൽ അങ്ങനെ അത്രയ്ക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ മലയാളികൾ കൊണ്ടാടിയ ഒരു മനുഷ്യനാണ് നിവിൻ പോളി. അദ്ദേഹം ഇങ്ങനെ പ്ലസന്റായി കാണുന്നതും അദ്ദേഹത്തിന് ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് വരുന്നത് കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമാണ്. അത്രയ്ക്ക് ഡിസർവ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ, അത്രയ്ക്ക് ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇതിന്റെ ഡയറക്ടർ ഗിരീഷ് ഷെഡി, ബ്രില്യൻറ്റ്, വേറെ ഒന്നും പറയാനില്ല. അതായത് ഒരു ഒറ്റ വാക്കി പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റ വാചകത്തിൽ പറയാനാണെന്നുണ്ടെങ്കിൽ, ഗിരീഷ് ഷെഡിയുടെ ഒരുപാട് സിനിമകൾ മലയാളം ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഈ ട്രാക്കിൽ തന്നെ മുന്നോട്ട് പോയാൽ മലയാള സിനിമയിൽ എല്ലാ വർഷവും ഒരു ഗിരീഷ് ഷെഡി ഹിറ്റുകൾ സംഭവിക്കും. അത് നമ്മുടെ ഇൻഡസ്ട്രി ഡിസർവ് ചെയ്യുന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് എന്താ പറയണ്ട, പ്രേക്ഷകനെ മനസ്സിലാക്കി സിനിമ എടുക്കുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം. പ്രേക്ഷകനെ മനസ്സിലാക്കാതെ സിനിമ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രേക്ഷകനെ മനസ്സിലാക്കി സിനിമ എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ കോറേറ്റർ കിരൺ ജോഷി, ഒരു രക്ഷയില്ല. നിങ്ങൾ രണ്ടുപേരും നല്ല സംഭവമാണ്. കാര്യം ഈ സിറ്റുവേഷൻ കോമഡിയൊക്കെ വർക്ക് ചെയ്തെടുക്കുന്നത് ഭയങ്കര പാടാണ് ഇന്നത്തെ ഒരു രീതിയിൽ. എന്താണ് റൊമാൻസ്, എല്ലാവരും പറയും റോംകോം ഒരു ഔട്ട്ഡേറ്റഡ് ആണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ നല്ല രീതിയിൽ എഴുതിയ റോംകോം അടിപൊളിയായിട്ട് വർക്കാവും. അത് നിങ്ങൾ പ്രേമലൂടെയും ഈ സിനിമയിലൂടെയും ബത്ലഹേമിലൂടെയൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. അതിനകത്തൊന്നും ഒരു തർക്കമില്ല. പിന്നെ എന്താ പറയണ്ട, എല്ലാവരും നമ്മുടെ റോഷൻ ഷാനവാസ് ബ്രോ, ഒരു രക്ഷയില്ല. പുള്ളി ബോളിവുഡ് ടൈംസിൽ കലക്കനായിരുന്നു. പുള്ളി അത് കണ്ടിന്യൂ എന്നുള്ളതാണ്. പുള്ളി നല്ലതായിട്ട് കയറി വരും. സംഗീത് പ്രതാപ് ആയാലും സുരേഷ് കൃഷ്ണ ആയാലും എന്തുകൊണ്ട് എല്ലാം കംപ്ലീറ്റ് പാക്കേജാണ്, കംപ്ലീറ്റ് ഓണം പാക്കേജാണ്. എല്ലാവരുമായിട്ടും പോയി കാണാൻ പറ്റുന്ന അടിപൊളി പടം. മനസ്സ് നിറഞ്ഞു. ഇങ്ങനെ പറയണമെന്ന് തോന്നി, അഭിപ്രായം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. താങ്ക് യു.